ആ എടാ ജിത്തു, നമ്മൾ ഈ പാർട്ട് ടൈം ജോലി കൊണ്ടൊന്നും രക്ഷപ്പെടില്ലടാ. അത് ശരിയാ. NDA പഠിച്ചാലാ? എടാ നമ്മൾ ഡിപ്ലോമ പഠിച്ചല്ലേ, പിന്നെ ഇതിന് MBA. MBA അല്ല, NDA. നിനക്ക് ചെവിയും കേട്ടൂടെ? അതെന്താ സംഭവം? നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്നുവെച്ചാ അവിടെ അപ്ലൈ ചെയ്താണ്ടല്ല സുഖമായിട്ട് ആർമിയിലോ നേവിയിലോ സുഖമായിട്ട് കയറി പറ്റാം. എടാ ഈ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യണം നല്ല ധൈര്യം വേണം. നിനക്കതുണ്ടാ? പിന്നെന്തുട്ടാ? എന്നാ പിന്നെ വേറെ പണി നോക്കാം. ഇത് കുറെ നേരായില് തുടങ്ങിയിട്ട് തിരിക്കലും വളക്കലും ഇവന് നേരച്ച് ഓടിച്ചൂടെ? അത് നീ നേരെ അവിടെ എന്നിട്ട് അവനെ നേരാക്കാം. ഓഹോ, അപ്പൊ അങ്ങനെയാ? ചേട്ടാ പാഴ്സൽ തൂങ്ങി കിടക്കണ്. എടാ നമുക്ക് സ്കൂബ ഡൈവിംഗ് നോക്കിയാലോ? സ്കൂബ ഈ നീന്തലേ. എടാ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടലൊക്കെ നീന്താം. പിന്നെ ബോട്ടൊക്കെ വാങ്ങി പോയാൽ നമ്മളെ വിളിക്കുക. ഈ കടലില് സ്രാവ്, നീർനായ, നീലത്തിമിംഗലം ഇതൊക്കെ വന്ന് നമ്മൾ 2 കമ്പമ്മയിടല്ല അവിടെ തിരി നമ്മുടെ എല്ലാ പണി. അപ്പൊ വേണ്ട 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 വേണ്ട, വേറെ വല്ല പണി നോക്കാം. എടാ നമുക്ക് പെയിന്റ് പഠിക്ക് പോയല്ല, അതാകുമ്പോ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അടിച്ചാ പോരെ. എടാ ഈ വലിയ ബിൽഡിങ്ങിന് മുകളിലേക്ക് ഇരുന്ന് പെയിന്റ് അടിക്കും, എനിക്ക് തല ഇറങ്ങും. അഥവാ നീ എന്റെ കൂടെ ആണെങ്കിൽ നിന്നും പിടിച്ച് ഞാൻ താഴേക്കിടും. പിള്ളേരല്ലേ സ്കൂൾ വിട്ട പോലെ എവിടെക്കട പിള്ളേരെ സൗകര്യ നിക്കടവിടെ കൊല്ലട പറ്റേ. നീയൊക്കെ ഞങ്ങളുടെ പ്രായവട്ടാ, അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ വന്നേടാ. എടാ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ നോക്കിയാലോ? വല്ല പ്രാന്തണ്ട. അലുമിനിയം ഫാബ്രിക്കേഷൻ പറയുമ്പോ അളവെടുക്കണം, കട്ട് ചെയ്യണം. പിന്നെ വേണ്ടേ? നമുക്ക് മാത്സ് പരീക്ഷയിൽ എത്രയാണ് മാർക്ക്? നമ്മൾ അന്ന് തുണ്ടു പേപ്പർ വെച്ചിട്ടില്ലേ പാസ്സായത്? ആണോ? അന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് ഓർമ്മയുണ്ട? ഓ അന്ന് പ്രിൻസിപ്പളിന്റെ മുറിയുടെ മുമ്പേ എടുത്ത പ്രതിജ്ഞ അല്ലേ? അതന്നെ. മാത്സ് ഉപയോഗിക്കുന്ന ഒരു പണിയും നമ്മൾ ചെയ്യില്ല. പരിപ്പ് വട, പപ്പട വട. എന്താണിത്? എവിടേക്കാണ്? വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകണ? അല്ലടാ ഞാനിത് ജോലി ചെയ്യുന്ന വീട്ടിൽ കൊടുക്കാനടാ. ഈ അക്ഷയ സെന്ററില്ല ജോലിയൊക്കെ നിർത്തിയപ്പോ? അത് നല്ല ജോലി, പക്ഷെ എനിക്കത് മടുത്തൂടാ. അത് എനിക്ക് മടുത്തു. ഞാൻ പിന്നെ ഇവിടെ എൻ്റെ പരിചയത്തിലൊരു ഉമ്മയുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഒരു വീട്ടിലിപ്പോ ജോലിക്ക് കയറി. അവർക്കൊരു വാഴത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു സഹായമായിട്ട് ഇങ്ങനെ കൂടി വെക്കാന്ന്. ശമ്പളൊക്കെ ഇപ്പൊ എങ്ങനെ? ഉമ്മയുടെ മോൻ ജർമ്മനിയിൽ നിന്ന് ശമ്പളം അയച്ചിടും എല്ലാ മാസവും. ഇതെന്താ കുഴപ്പം? പൊന്നു കൊള്ളാല ലൈഫ്. നാലാളുടെ മുമ്പിൽ നാണക്കേടൊന്നും തോന്നലടാ. അപ്പൊ എന്തിനാ നാണിക്കണേ? നീ കൂടുതൽ കാശ് കിട്ടി കഴിഞ്ഞാൽ ഈ ഗൾഫിലൊക്കെ പോയിട്ട് സെയിം ജോലി ചെയ്യുന്നത്. പിന്നെ എന്താ നാട്ടിൽ നിനക്ക് ഈ പണി ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട്? അതെ, നിങ്ങൾക്ക് ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? പഠിപ്പിനപ്പോൾ ശമ്പളം കിട്ടും. പിന്നെ ജോയിൻ ചെയ്തിട്ട് പറ്റാ പറയരുത്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ HR IT കമ്പനിയാണ്. നോക്കാപ്പോ രണ്ടാൾക്കും ഞാൻ ജോലി വാങ്ങി. എൻ്റെ ഫ്രണ്ടാത്ത മാനേജർ, IT മാനേജർ. കൊള്ളാലോ. കൊള്ളാന്നല്ല, പിന്നെ പോയിട്ട് പിന്നെ തിരിച്ചു വരരുത് പിടിക്ക്. ഇത് നമുക്ക് നോക്കാം. ആണോ? പോവാടാ. എന്റെ മൊബൈലിലേക്ക് കമ്പനി ഡീറ്റെയിൽസ് വാട്സപ്പ് അയക്കാം. കൊടുത്തോളോ? ഞാൻ വിളിച്ച് പറയുകയും ചെയ്യാം. അപ്പൊ ശരി, അവിടെ മുമ്പ് ഒറ്റയ്ക്കുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഓക്കേടാ. ശരിടാ, പോയിട്ടോ. ഓക്കെ. മറക്കണ്ട, ദേവദൂതല്ലേ. ഇതിന് നീ എതിരൊന്നും പറയരുതിട്ടാ. നീയും പാഷാണത്തിൽ കൃമി. ഇതോടെ നമ്മുടെ പ്രശ്നങ്ങൾ തീരാണെങ്കിൽ അങ്ങോട്ട് തീരട്ടങ്ങട്. തീരായിരിക്കില്ലേ? ആയിരിക്കും. നീ ഇതെവിടെയാ? കുറെ നേരമായാലും ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. എന്താടാ? കുറച്ചു മുമ്പ് നമ്മുടെ ജോണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ ജോലി രാജിവെച്ചു. എന്താ കാര്യം? അവന്റെ ടീം ലീഡർ അവനോട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ പറഞ്ഞു. അവന്റെ വർക്ക് പ്രഷറും കൂടി അവനും പാൻറ് കൂടെ മൂത്രം പോയി എന്നൊക്കെ കേട്ടെ. അവൻ ജോലി ചെയ്തപ്പോ അവന്റെ പാൻറ് കൂടെ മൂത്രം പോയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്റെ എനിക്ക് ഉറക്കം കൂടി വയ്യ. നമുക്ക് ഈ ജോലിക്കാൻ പോട്ടാ. നിന്നോട് പറയാതിരിക്കായിരുന്നു വത്സ. വിളിച്ചാലോ?